ഷിജു ഉള്ളുരുപ്പിൽ വ്യാപാര സമിതി നേതാവ് അദ്ദേഹം ഇപ്പോൾ ചേരുന്നുണ്ട് നമ്മളോടൊപ്പം ഈ മഴയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ. വ്യാപാരികളെ സംബന്ധിച്ച് എത്രത്തോളം നഷ്ടമാണ് ഈ മഴക്കാലം ഉണ്ടാക്കിയിട്ടുള്ളത്? ഒരു ചെറിയ മഴ വന്നാൽ പോലും വളരെയധികം കോടികൾ രൂപയുടെ നഷ്ടങ്ങളാണ് വ്യാപാരികൾക്കുണ്ടാകുന്നത്. ചെറിയ ചെറിയ ടൗണുകളിൽ പോലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഈ മഴയത്തുള്ളത്. വെള്ളം ഒഴുകിപ്പോകാനുള്ള പുഴകളിലെ മണലുകളുടെ ഒക്കെ കിടപ്പ് പോലും ഒക്കെ ഒഴുകിപ്പോകാൻ ബുദ്ധിമുട്ട് മൂലം എല്ലാ തരത്തിലും വെള്ളം പരന്നു കയറി ഒഴുകി ടൗണിലേക്കെല്ലാം കയറി വരുന്നു. വ്യാപാര സ്ഥാപനങ്ങളിലെല്ലാം കയറുന്നത് മൂലം വ്യാപാരികൾക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഓണത്തിനോട് അനുബന്ധിച്ച് അവര് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മൾ കടകളിലൊക്കെ വെക്കുന്ന സമയത്താണ് കൂടുതലായും വെള്ളപ്പൊക്കവും ഇങ്ങനെയൊക്കെ ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടാകുന്നത്. ഇതോടനുബന്ധിച്ച് വ്യാപാരികൾക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാകുന്നത്. തുണിയൊന്ന് നമുക്കറിയാം, തുണികളൊക്കെ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ. പിന്നെ അതുപോലെ തന്നെ ഓണം ഓഫറിനൊക്കെ ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ട് വെക്കുന്ന സാഹചര്യമാണുള്ളത്. ഈ നെടുങ്കണ്ടത്തിനടുത്ത് മുണ്ടീരുമ എന്ന് പറയുന്ന സ്ഥലത്ത് കഴിഞ്ഞ വർഷം വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഒരു 50ഓളം കടകളിൽ വെള്ളം കയറി. പല കടകളിലെയും മിക്ക സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയി. പെട്ടെന്ന് രാത്രിയിലും ഒക്കെയാണ് അലർട്ട് വരുന്നത്. പക്ഷേ നമുക്കതിന് തടയിടാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ വ്യാപാര സമൂഹത്തിന് വളരെ നാശനഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റാന്നിയിലൊക്കെ ഇത് ഉദാഹരണമാണ്. മഴക്കാലം ഇപ്പോൾ എത്രത്തോളം നഷ്ടമുണ്ടായിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കാൻ അങ്ങനെ വല്ല കണക്കുകളും എടുത്തിട്ടുണ്ടോ? കണക്കുകളൊന്നും എടുത്തിട്ടില്ലെങ്കിലും ഓരോ വ്യാപാരികളുടെ അഭിപ്രായം. ഞങ്ങള് റാന്നി ഈയിടെ സന്ദർശിച്ചിരുന്നു. ഞാൻ റാന്നി വഴി പോയപ്പോൾ ഇപ്പോഴും കടകളിൽ നിന്ന് വെള്ളം ഇറങ്ങി പോയിട്ടില്ല. പലരും കടകളിൽ പുതിയ തുണികളിലെല്ലാം ചെളിയും വെള്ളം അടിച്ചു കയറിയിട്ട് അത് മാറ്റുകയാണ്. എന്നാന്ന് വെച്ചാൽ ഇനി ഓണത്തിനോടനുബന്ധിച്ച് ഏറ്റവും വ്യാപാരത്തിന്റെ പീക്ക് ടൈം എന്ന് പറയുന്നത് ഓണത്തോടനുബന്ധിച്ചാണ്. ഈ ഓണത്തിനോടനുബന്ധിച്ചുള്ള വ്യാപാരം കിട്ടിയില്ലെങ്കിൽ ആ വർഷം മുഴുവൻ നഷ്ടത്തിലേക്കാണ് ഒരു വ്യാപാരി പോകുന്നത്. ഈ ഓണത്തെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഇപ്പോൾ ഇനി എത്രത്തോളം ഇപ്പോൾ വെള്ളം പല സ്ഥലങ്ങളിലും ഇറങ്ങിയിട്ടില്ല, മഴ തുടരുന്ന സാഹചര്യവും ഉണ്ട്. അപ്പോൾ ഓണക്കാലം എങ്ങനെയാവും എന്നാണ് തോന്നുന്നത്? ഓണക്കാലം എങ്ങനെയാണെങ്കിലും വ്യാപാരികളെ സംബന്ധിച്ചൊരു ദുരിതകാലമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് 2018 പ്രളയം തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ വർഷവും ഏതെങ്കിലും പ്രദേശത്ത്, ഇന്ന പ്രദേശത്തൊന്നുമില്ല, പല പ്രദേശങ്ങളിലും ഇങ്ങനെ നഷ്ടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ അതിജീവിച്ച് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്തും ആൾക്കാരുടെ നിന്നൊക്കെ പൈസ ചെറുതായിട്ട് പലിശയ്ക്കൊക്കെ മേടിച്ചാണ് വ്യാപാരികൾ ഈ കച്ചവടം ചെയ്യാൻ ഈ മാസത്തെ അല്ലെങ്കിൽ 1.5 മാസത്തെ 1 മാസത്തെ കച്ചവടം പ്രതീക്ഷിച്ചാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു സഹായവും വ്യാപാര സംഘടനകൾ തുച്ഛമായ തുക മറ്റു വ്യാപാരികളിൽ നിന്ന് പിരിച്ചുകൊണ്ട് തരുന്നതല്ലാതെ യാതൊരു സഹായവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല. എന്നാൽ നമ്മൾ സർക്കാരിന് എന്തൊരാവശ്യപ്പെട്ടാലും വയനാട് ദുരന്തം വന്നപ്പോൾ 2-3 വ്യാപാര സംഘടനകൾ കോടിക്കണക്കിന് രൂപ സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനോട് തിരിച്ച് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു നടപടികളും ഉണ്ടാകുന്നില്ല. സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യുന്നുണ്ടോ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്? ചെയ്യുകയാണെന്ന് ഒരു സർക്കാരും പറയുന്നില്ല. പക്ഷെ നമുക്ക് വ്യാപാരികളിൽ എത്തുന്നില്ല ഒരു സഹായവും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അങ്ങേക്ക് തോന്നുന്നത്? എന്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണ്. നല്ല ഡ്രസ് ഇടാതെ ഒരു വ്യാപാരിക്ക് ഒരു കടയിൽ വരാൻ പറ്റുകയില്ല. അതായത് രാവിലെ തൊട്ട് ഒരു കടയിൽ നിന്ന് വ്യാപാരം ചെയ്യുമ്പോൾ മുഷിച്ച വസ്ത്രങ്ങളോ ബുദ്ധിമുട്ടോടുകൂടി വന്നിരുന്നാൽ ഒരു കസ്റ്റമർ ആണെങ്കിൽ പോലും കടയിലേക്ക് വരികയില്ല. ഇപ്പോൾ ഈ വ്യാപാരികൾ ഇത് അടുത്ത എവിടുന്നേലും സംഘടിപ്പിച്ച് കച്ചവടം ചെയ്യുമെന്നൊരു വിചാരം ഉള്ളതുകൊണ്ടായിരിക്കാം ചെയ്യാത്തതെന്നാണ് എന്റെ ഒരു കണക്കൂട്ടൽ. അതുപോലെ തന്നെ ഇത് വ്യാപാര സമൂഹം ഒരു വോട്ട് ബാങ്കായിട്ട് മാറിയിട്ടില്ലാത്തതും ഇതിന്റെ കാരണമാണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ല, വ്യാപാര സമൂഹമാണല്ലോ എല്ലാ ഇലക്ഷനും പൈസ ഇറക്കുന്നത് വ്യാപാര സമൂഹമാണല്ലോ. അപ്പൊ പിന്നെ സർക്കാർ ചെയ്യാതിരിക്കേണ്ട കാര്യം എന്തായിരിക്കും? അല്ല, നാളിതുവരെ ഇങ്ങനെ ഞങ്ങൾക്ക് ഈ നമ്മൾ പറഞ്ഞല്ലോ, ഈ തൊട്ടടുത്ത പ്രദേശങ്ങളിലാണേലും വെള്ളം കയറിപ്പോയ കടക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. കൂടുതൽ വലിയ കടക്കാരെ കഴിഞ്ഞും കൂടുതൽ ചെറുകിട കടക്കാരിലാണ് ഒത്തിരി അധികം. അതായത് ഒരു നിലയിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. ഇന്ന് മുഖ്യമന്ത്രി ഞങ്ങളുടെ ഞാൻ ഉടുമ്പൻചോലയാണ്, ഉടുമ്പൻചോല MLA പറഞ്ഞത് ഒരു നിലയിലുള്ളവർ മുകളിലോട്ട് കയറ്റി വെക്കണം, 2ാം നിലയുള്ളവർ 2ാം നിലയിലോട്ട് കയറ്റി വെക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് സാധനങ്ങൾ. പക്ഷെ അതൊന്നും ചെറുകിട വ്യാപാരികളെ സംബന്ധിച്ച് സാധിക്കുകയില്ല. ചെറുകിട ഈ ഫോൺ നന്നാക്കുന്ന കേന്ദ്രങ്ങൾ, അതുപോലെ ചെറിയ തുണിക്കടകളെ സംബന്ധിച്ച് അതൊന്നും പ്രായോഗികമല്ല. പിന്നെ പരമാവധി ഒരു ഡെസ്കിന്റെ ഒക്കെ പുറത്ത് അത് ഞങ്ങൾ ഇപ്പം തന്നെ വെച്ചിട്ടാണ് പോകുന്നത്. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചതിന്.